വാർത്താ ദിനം തുടരുന്നു. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാണാതായ വോട്ട് പെട്ടി കണ്ടെത്തി. ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്നുമാണ് പെട്ടി കണ്ടെത്തിയത്. സംഭവത്തിൽ അട്ടിമറി ആരോപിച്ച് നജീബ് കാന്തപുരം MLA രംഗത്തെത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തർക്കത്തെ തുടർന്ന് എണ്ണാതെ മാറ്റിവെച്ച സ്പെഷ്യൽ തപാൽ വോട്ട് പെട്ടികളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ ട്രഷറിയിൽ നിന്ന് കാണാതായത്. കേവലം 38 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം ജയിച്ചത്. അപാകതകൾ ചൂണ്ടിക്കാട്ടി 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ എണ്ണിയിരുന്നില്ല. ഉദ്യോഗസ്ഥൻ ബാലറ്റ് കവറിൽ ഒപ്പുവെച്ചില്ല എന്ന കാരണത്താലാണ് എണ്ണാതിരുന്നത്. ഈ വോട്ടുകൾ അസാധുവാക്കിയതിനെതിരെ എതിർ സ്ഥാനാർത്ഥി KPM മുസ്തഫ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന സ്പെഷ്യൽ തപാൽ വോട്ടുകളും മറ്റും ഹൈക്കോടതിയുടെ സംരക്ഷണയിലേക്ക് മാറ്റണമെന്ന മുസ്തഫയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ തപാൽ വോട്ടുകൾ ഹൈക്കോടതിയിലേക്ക് മാറ്റുന്നതിനായി ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് പെട്ടി കാണാനില്ലെന്ന കാര്യം മനസ്സിലായത്. പിന്നീട് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ മലപ്പുറത്തെ ഓഫീസിൽ നിന്നും വോട്ട് പെട്ടി കണ്ടെത്തുകയായിരുന്നു. അതേസമയം വോട്ട് പെട്ടി കാണാതായ സംഭവത്തിൽ അട്ടിമറി ആരോപിച്ച് നജീബ് കാന്തപുരം MLA രംഗത്തെത്തി. എതിർ സ്ഥാനാർത്ഥി ഫലം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നെന്ന് ആശങ്കപ്പെടുന്നതായി MLA ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും അദ്ദേഹം അറിയിച്ചു. തപാൽ വോട്ടുകളുടെ പെട്ടി കാണാനില്ലെന്ന പരാതിക്ക് പിന്നാലെ കലക്ടറേറ്റിലെ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. വോട്ട് പെട്ടി കാണാനില്ലെന്ന പരാതിയിൽ ഓഫീസിൽ തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തിയത്. അരമണിക്കൂറോളം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.